സംഭവം കുറച്ച് റബ്ബ് ചെയ്തെന്ന് അറിയില്ലട്ടോ. ഇത് വേറെ കല്യാണം കഴിക്കാണ് ആവണില്ലേ റിതുവിനെ കൊണ്ട് അന്നേരം കൊറേ ശൗക്കശ് കച്ചവടം വല്ലതും നടന്നിക്കണോ? അടങ്ങിയിട്ടുണ്ടല്ലോ എടി. ഞാൻ കട കാണാൻ വരണ്ടേ? പൂമുളക്ക് വരുന്നുണ്ട് കട കാണാന്. നല്ല സെറ്റപ്പ് ആണല്ലോ കേട്ടോ. ഗൈസ് അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ കുട്ടികളെ മദ്രസക്കൊക്കെ വിട്ട് പിന്നെ ഒന്ന് കടി ഉണ്ടാക്കാൻ മടിയിട്ടോ. അപ്പോൾ മദ്രസ വിട്ട് വന്നപ്പോൾ പൊറാട്ട കട കണ്ടു, മുന്നിൽ തന്നെ ഉണ്ട്. അപ്പം ഏതായാലും പൊറാട്ട ആക്കാൻ വിചാരിച്ച്. കടി പിന്നെ എന്നാലും എന്താ ഏതൊന്നും തീരുമാനിച്ചിട്ടില്ലേനി. രാവിലെ നോക്കിയപ്പോൾ ഒരു മടി. അപ്പം നമുക്ക് പൊറാട്ട വാങ്ങിയിട്ട് പിന്നെ ഉമ്മാൻ്റെ നെയ്റ്റി അവിടെ കുറച്ച് അപ്പുറത്ത് ശമനൻ്റെ പെൻ്റയിൽ പോയിട്ട് അവിടെ അടിച്ചാൻ കൊടുത്തിരുന്നു. കുറേ ആയി കൊടുത്തിട്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി വരണം. കുറേ ആയി ഉമ്മ എന്നോട് കൊണ്ടുപോയി ചോദിച്ചിരുന്നു. അപ്പോൾ വണ്ടി കുരുമാൻ കൊണ്ടുപോകണോണ്ട് വാങ്ങാൻ പറ്റിയിട്ടില്ല. ഏതായാലും വാങ്ങിയിട്ട് കുട്ടീനെ അവിടെ ഉമ്മാൻ്റെ അടുത്തിട്ട് നിൽക്കുകയാണ്. നീച്ചിട്ടില്ല ആൾ. കടയിൽ ചെന്നപ്പോൾ പൊറാട്ട ആയിട്ടില്ല. അതിൽ ഞാൻ മാക്സി വാങ്ങാൻ പോയപ്പോൾ പോണ വൈക്കലാണ് ഷാമിനൻ്റെ പേര് കേട്ടോ. ഞാൻ അടുത്തരാം. അപ്പം ഇനി ഒന്ന് സർപ്രൈസായിട്ടൊന്ന് പോയി വെക്കട്ടെ. നീച്ച് കാണും. നേരം 6:15 ആയിട്ടുള്ളൂ. അതാണ് പേര. എന്താ പണിന്ന് പോയി നോക്കാം. പണി എന്തായാലും നല്ല പണിയേക്കാരം. കാരണം ചെറിയാപ്പു മൈജി പോകണോണ്ട് രാവിലെ ചോറ് കൂട്ടാനൊക്കെ ആക്കി പോകണ്ടേ. അപ്പോൾ രാവിലെ നല്ല തിരക്കിലേക്കാരം. മാവുമ്പോൾ കുറേ മാങ്ങണ്ട് കേട്ടോ. കണ്ടോ ഇഷ്ടം പോലെ മാങ്ങണ്ട്. ചക്കയൊക്കെ നിലത്ത് കിടക്കുന്നു. അടുക്കളയിൽ കൂടെ പോയപ്പോണ്ട് വച്ചിട്ടുള്ളൂ ഇതിൽ വരുന്നേ. ഞാൻ ചെന്നപ്പോ ഞാൻ നോക്കിയവിടെ സാധനേ ഇങ്ങനെ ഉമ്മീണ്ട് കേട്ടോ. നല്ല പണിയാണ്. കാരണം ചെറിയപ്പൂന് ചോറ് വേണ്ടേ? ചോറ് കൂട്ടാൻ. അപ്പൊ ഒരു വിത്തുണ്ടായി. ഇന്നലെ ഇടയ്ക്കലെ പോയപ്പോ ഈ വണ്ടിന്റെ കാര്യങ്ങൾ ഇടക്കിടക്ക് പറയലുണ്ട്. ഒരു വിധം ഇവിടെ എത്തി കിട്ടിയാണോല്ലോ. ഇവിടക്ക് എങ്ങനെ എത്തിയേ? ആണോ? അയലക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഒന്നല്ല ഇങ്ങനെ ഇടക്കുണ്ടാകുന്നതാണ്. അപ്പൊ പെടലില്ല, പക്ഷെ കുടുങ്ങലില്ല. എന്തായാലും വണ്ടി ഓടീനി. പക്ഷെ ഇടക്കരം നിന്നു. അതിന്റെ പുല്ലോ പാത്തിയൊക്കെ ഓടുന്നു. ആകെ കച്ചല്ലേ ഇനി എങ്ങനെ നമ്മള് സ്റ്റാർട്ടാക്കി കിക്കർ അടിച്ചേണ്ടി വരും. കിക്കർ അടിച്ചാണ്ടല്ലോ ബൂസ്റ്റ് ഹോർലിക്സ് അതിന്റെ അപ്പുറം കുടിച്ചോ. ഇതൊക്കെ ഷെൽഫ് അടിയുന്നില്ലെന്നാ. നല്ല വണ്ടീനി ഓക്ക് ഇതിൽ ഓട്ടാന്. ഓക്ക് ഞങ്ങൾക്കൊക്കെ ഓട്ടാന് വീഡിയോക്ക് കാര്യൊക്കെ പോകാൻ വണ്ടിയില്ല. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായണെങ്കിൽ രീതിയൊക്കെ ഞാൻ എന്താ നടക്കുന്നതിന് ശരി എനിക്കില്ലേ. അതിന് നീച്ചറിയേക്ക് കൊണ്ടുപോകണേന്ന് വെച്ചിരുന്നു. നന്നാക്കണം നമുക്കത്. ഏതായാലും ഇത് നോക്ക്. ഞാൻ കിക്കറച്ച് നോക്കണോ? ഇത് കുറിച്ച പ്രസവമൊക്കെ കഴിഞ്ഞ് പൂർവ്വ എനർജിയോടെ തിരിച്ചു നിൽക്കണ്. അത് ഓണാക്കിയല്ലേ ഇതാവുള്ളൂ. ഇപ്പൊ ഈ ഒച്ചനക്ക് ഓർമ്മയില്ലേ? അതാണ് സംഭവം. ഇതെന്താ കക്കറ പേരൊക്കെ കഴിഞ്ഞപ്പോ കിക്ക് ആവണില്ലേ? റിതുവിനെ കൊണ്ട് അന്നേരം കൊറേ ശൗക്കശ്. ഇത് ലൂസ് കിക്കറ് എങ്ങനെ അടിച്ചതിന്റെ അന്നല്ലേ നമ്മളാദ്യം ശരിയാവുന്നതാണ്. കേറ്റിങ്ങാട് നിർത്തണം. എന്താ കാട്ടണ്?
ആലോചിച്ചിട്ട് ഒരിടങ്ങേറ് ഉറക്ക സുഖാവുന്നില്ല. ഓന്റെ കണ്ണമ്മ പുതിയ ആക്കിയിട്ടില്ലേ. എന്തൊക്കോ സ്വപ്നം കണ്ടെക്കണ് ഇപ്പൊ. എന്താ പറഞ്ഞ ഞാൻ എന്താ പറയും. വേറൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ മുന്നേ കാണാൻ ബുദ്ധി. അതാ ഞാൻ രാവിലെ തന്നെ പോന്നേ. ചെറിയജിനെ പറ്റി എന്തോ കണ്ടിക്കണ. അങ്ങനെ കണ്ടിട്ട് സംഭവം എന്താ കുറച്ച് റബ്ബ് അറിയില്ലട്ടോ. ഇത് വേറെ കല്യാണം കഴിച്ചേനെ. അത് ഉറക്കത്തിലും അളിയാക്കൊപ്പായിരുന്നു അയക്കൂല. അളിയാക്കോള് നിക്കാൻ തന്നെ അയക്കൂല. പിന്നെ ഇങ്ങനെ ഓള് വേറെ ഉറക്കത്തിൽ ഇങ്ങനെ ആലോചിച്ചേ. അതില് ഒരു എഴുത്തൊക്കെ എഴുതി വെച്ചിങ്ങനെ അന്നെ കൊണ്ടുപോണ അടിയാളം. ഒന്നാമത് സിനിമ ദിയാദും തന്നെ വന്നില്ലേ. അപ്പൊ ദിയാദും മാണോ പറഞ്ഞിളകി. അപ്പൊ ഞാന് ഇരുന്നുണ്ട്. അതിൽ അടയാളം അയാളെ പോക്കറ്റില് അന്ന് ഇതൊരു ഷർട്ടാണ് വെച്ചിരിക്കണ. അയാളൊപ്പം പോണേന്ന് അറിയാന്. ത്രില്ലർ മൂവിയാണോണ്ട് കുട്ടികളില്ലേ തള്ള ചെറുതിനെ കൊണ്ടിരിക്കണത് ചേച്ചി വലുതായിട്ട് കൊണ്ടുവന്ന. ഞാൻ അതില് ഞാനൊക്കെ കഴിയുമ്മാ ഓള് പോയില്ലേ. അതിന്റെ ഇടയിൽ കൊടുത്തുകൊണ്ട് ഇത് കേൾക്കാണിപ്പ രാവിലെ വന്ന്. അല്ലെ കരീനോട് തലാറടിച്ച് നീച്ചത്. അപ്പള അലവിക്കൊക്കെ അന്നോട് ലീറിയുണ്ട്. എന്നോട് ലീറിയുണ്ട്. ഞാൻ പൊറാട്ടക്കാരന്റെ നമ്പർ ചോദിച്ചു വിളിച്ചു. നമ്പർ ഉണ്ടോന്ന്. നമ്പറില്ല. അതിങ്ങനെ കാണണ എന്താ പിന്നെ എന്നാലും ഇതിനെ പറ്റി അങ്ങനെ പറഞ്ഞില്ല. എന്റെ കമ്മൽ എങ്ങനെ ഉണ്ട്. അതിനിപ്പ ഞാൻ നേരത്തെ നോക്കി. 10 റുപ്യ. എന്തിപ്പോ സ്വർണ്ണം 10 റുപ്യ. ഒന്നും നോക്കിയില്ല. കായ് പോട്ടെ പൈസ വാരി പോലും ഒന്നുപാടെ വാങ്ങിക്കുന്നു 10. ആരോടും പറയണ്ട. അറിയില്ല. രസമുണ്ട്. നല്ല രസമുണ്ട്. ഇങ്ങനെ അതെന്ത് എടുത്തൊക്കെ അത്ര രസം ഉണ്ടാവുന്ന രസല്ലേ. കൊറിയനാണ് സത്യം. കൊറിയന് 10 റുപ്യൊക്കെ കിട്ടുപ്പോ. ആണ് കിട്ടും. പിന്നത്തെ ചക്കണ്ടല്ലോ മരത്തമ്മ വണ്ടി കൊണ്ടേക്കണം. എന്റെ വണ്ടി അവിടെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ കാണും വിചാരിച്ചു വെറുതെ സർപ്രൈസ് ആയിട്ട് വന്നതാണ്. വെറുതെ ചില കണ്ടന്റ് ഉണ്ടാവില്ല. അവനെ കാണാൻ വന്നാണല്ലേ. അല്ലോട്ടോ ഞാന് അച്ഛ വാങ്ങാഞ്ഞാട് പോണ്ട്. ഇതില് താത്തില്ല ചേച്ചിയല്ലേ. ഹിന്ദുക്കളല്ലേ നേരത്തെ നീച്ചു. ഇതിലെങ്ങനെ പോണം. കുറച്ചുകൂടി പോണം. കുട്ടി നീച്ചോ കേട്ടോ. ഇതിലല്ല ആ മീറോട്ട് കൂടെ അതിലെങ്ങനെ ഇതിൽ വച്ചില്ലല്ലോ. പണി കഴിഞ്ഞ എവിടെ തുടങ്ങിയിട്ട് തന്നെ അല്ല. ചായയും കടി അവിടെ നല്ല ചോറ് ഈ ചണങ്ങാൻ ചെയ്തിരുന്ന പരിപാടിയാണ്. നല്ല പിന്നെ ഞാൻ നല്ല ഇറക്കടെ പോയി ലോട് പച്ചക്കറി കണ്ടടുക്കളയില് നേരത്തെ നല്ല കേക്ക് എടുത്ത് 2 ആഴ്ച അങ്ങനെ കേടില്ല. കൊറേ എന്നിട്ട് വെള്ളം നല്ലോണം വലിഞ്ഞിട്ടില്ലേ. ഇന്നലെ ചിലപ്പോ ഇന്നൊക്കെ വെള്ളം വലി. പിന്നെന്താ പോകാനാകുമ്പോത്തിന് വണ്ടി കൊണ്ടേ കൊടുക്കട്ടെ. കണ്ടാലും പേടിച്ചണ്ട കേട്ടോ. രാവിലെ ഞാൻ വന്നപ്പോ എല്ലാവർക്കും നേരത്തെ കാര്യം. ഇനിയിപ്പോ പെരേക്ക് പോകാൻ നേരം ലേറ്റാ. കുട്ടി ചെറുതായോണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കറങ്ങി പോക്കാണ്. ഇറങ്ങി കഴിഞ്ഞ കറങ്ങിച്ചപ്പോ വണ്ടിയിലായിരുന്നു. ഞാൻ ഇനിയിപ്പത്തെ കാട്ടത് ഞാന്റെ സൈക്കിളേൽ ഇറക്കും. ഞാൻ കളത്തേക്ക് സൈക്കിൾ നന്നാക്കാൻ പോണം പറയുന്നുണ്ട്. അതിനോട് സൈക്കിൾ ചവിട്ടിയ ഇതില്ലേ. അല്ലെങ്കിൽ ചവിട്ടിയതേനി കജൂല വിലല്ല നയിച്ചിന്. ഇവിടെ തന്നെ കുത്ത് തന്നെ. ഇവിടെ തന്നെ റൂമിന്റെ വീട്ടില് വെള്ളമൊക്കെ കണ്ടു. JCB ആണ് ഇതിന് വെള്ളം കണ്ടു. പാടായതുകൊണ്ട് അങ്ങനെ പണിയെടുത്തോ. നമുക്ക് പണി കിട്ടൂല. ചെറിയ പത്തേക്കല്ലേ പോവാ. വിമാനം പോണു. വിമാനം പോക്ക് തുടങ്ങിയാവോ. വിമാനം ഈ നേരത്തും ഉണ്ട്. ഒരു 8 മണിക്കും ഉണ്ട്. നല്ല സൗണ്ട് കേൾക്കും. പിന്നത്തൊക്കെ വല്ല കോഴിയോ പോത്തോ വാങ്ങി പോയിക്കോ. പൈസ കൊറേ ഉണ്ടാക്കും. ശരിയായിരുന്നു.
മീന്റെ കാര്യം പറയണ്ട. ഇന്നലെ 150 ഉറുപ്പ്യക്ക് പേദൽ മീൻ വാങ്ങി കുരുമാന്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചെന്ന് തല വാങ്ങട്ടെ വെച്ചു. അതില് 6 250 ഉറുപ്പ്യക്ക് തലയും വാങ്ങി. അതിൽ പിന്നെ ഞാൻ ഉമ്മാനോടൊപ്പം പറഞ്ഞു എന്തിനാ അത്രയും വാങ്ങിക്കണം, വാങ്ങണ്ട പറയാന്ന്. അതിൽ കാക്ക 150 തല എഴുതി വെച്ചു. എനിക്ക് വേണ്ടി പറ്റിയതല്ല ഇതൊക്കെ കൊണ്ടുപോയിക്കോ. 400 ഉറുപ്പ്യന്റെ മീനാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താ പിന്നെ ചീത്ത കൊടുത്തേക്ക് അങ്ങനെ പറഞ്ഞു. കാരണം നമുക്ക് വേണ്ടി മുറിപ്പിച്ചിട്ട് പിന്നെ വാങ്ങൂലല്ലോ. എന്നാലും മുറിച്ചാ വാങ്ങുമല്ലോ. ഇത് വലിയ തലയാണ്. ആകുമ്പോ ടീസാക്കി എന്ത് നീന്തല വെച്ചിട്ടില്ല. ഇത് വരണോ ഒന്ന് മീൻതല എന്നാണ്. ഞങ്ങൾക്ക് മീൻതല ഭയങ്കര ഇഷ്ടാട്ടോ. മീൻതല ഇഷ്ടാ. അതേപോലെ പൂളിയും പലവകയും ഇഷ്ടാണ്. പൂളിയും പലവകയും പൂള കിട്ടാല്ല. നമുക്കറിയില്ല. ഇറച്ചിയും പൂളിയും പലവകയില്ലേ. ഇറച്ചിയല്ലല്ലോ നമ്മൾ ഇടല്. ഇറച്ചി കറിയേ വെക്കുള്ളൂ. പിന്നെ എല്ലും പൂളിയും പറയും. ഇവിടെ കുറച്ച് തള്ളലൊക്കെ ഇനി ഇവിടെന്ന് അതിന് അവിടെ കട്ടാക്കിട്ടോ. അല്ല ലെവലൊക്കെ പോയോ രാവിലെ ഇച്ചപ്പോ? അല്ല അവിടെ തള്ളലേനി ഒരു പറഞ്ഞു എന്റെ കയ്യാണ്. ഇല്ല ഞാൻ ഇത് കുറച്ച് തള്ളലേനി ഇവിടെ. ഒന്നുമില്ല ഞാൻ പോകും. ഇതെന്ത് ചെടിയാ? അപ്പുസുട്ടോ അങ്ങനല്ലോ വെറുമൂസേ. അക്കുസുട്ടോ അല്ല അങ്ങനെ എന്തൊക്കെ വെറുമൂസേ. എന്തായാലും ഞമ്മളടുത്ത തണൽ മരത്തിനൊക്കൂല. അത് ഇവിടെ ശീശേഷിനോടുണ്ട്. ആകെ കൊടുത്ത ഇവളോട് കൊറേ ചെടിയും തയ്യാളും ഉണ്ട്. ബെഡ് തയ്യാളും കൊറേ പോയി. ഒക്കെ ഉമ്മാന്റെ പിരാന്താലേ. പിന്നെ കിട്ടൂല ഞാനൊന്നും ആദ്യം ഉണ്ടായിനി. കിട്ടി കഴിഞ്ഞ് കുട്ടിയൊക്കെ വെയിലെ പോയിന്ന് അറിയില്ല. നേരം കിട്ടില്ല. ഞങ്ങളെപ്പം നടക്കാൻ പോണം വിചാരിച്ചിരിക്കുന്നറിയോ. 5:30 നീച്ച് നിങ്ങളും നടക്കാൻ പോണ പ്ലാൻ ഉണ്ടോ വിചാരിച്ചീനി. കുന്മാനിപ്പാട് വിളിച്ചു വെള്ളം കയറുമ്പോ കെട്ടി വലിച്ച. അപ്പൊ ചെറിയ 5:30 നടക്കാണ്ടെന്നാ അതില് വരുവോ? അല്ലെങ്കിൽ 2 കൂട്ടർക്കും കൂട്ടി മുട്ടിയാലോ രാവിലെ? എന്നാ വരും. പോയാലോ? കുട്ടി ആ നേരത്ത് ഉറങ്ങിക്കന്മാരടുത്താക്കി പോവാ. 5:30 ഉണ്ടോ? എന്നാ പറയണം കേട്ടോ. നിങ്ങള് നീച്ചുമ്പത്തിന് ഉണ്ട് വരാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നാളത്തെ വീഡിയോയില് സിപ്ന നടക്കണം കണ്ടിട്ടില്ലെങ്കിൽ എന്താ ഞാൻ തടി ഇറക്കാനല്ല കുന്മാനെ നീപ്പിച്ചത് നടത്താനും. നല്ലതാണ് നല്ലതാണ് നമ്മളെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ആകൊരല്ലും തോല അതിന്റെ കൂടെ നടന്നിട്ട് എന്റെ തടി കളില്ല. ഇന്ന് പോണെന്നൊക്കെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ പോലെ. 5:00 വന്നാല് 6 മണിയൊക്കെ ആകുമ്പോ തിരിച്ചെത്തും. ആളുകൾക്ക് നേരം വെളുത്ത ഇവിടെ ഹോസ്റ്റലില് ജിമ്മെത്തിക്കണേ. ജിമ്മോ? പൈസക്ക് വെറുതെ ഓരോരോ സാധനങ്ങള് ഇങ്ങനെ ആക്കണോ അങ്ങനെ കൊറേ അവിടെ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചോ. എന്നാ പിന്നെ അവിടെ തിരക്കിക്കാറല്ലോ. അടിയൊക്കെ ഞമ്മക്ക് വെറുതെ ഒരു ദിവസം പോണേ. നാളെ അപ്പൊ ഒന്ന് നടക്കാൻ പോകാതൊക്കെ പറഞ്ഞു. ചെറിയ നടക്കണില്ലേ? നടക്കണേ. അതിന് രാവിലെ നീച്ചാൻ വയ്ക്കൂലേ? കുന്മാനും പണി അറി വന്ന് പിന്നെ രാവിലെ നീച്ചാൻ വയ്ക്കൂല. ഞാൻ നീച്ചേ എന്നിട്ട് ഇപ്പൊ നീച്ച് ഇപ്പൊ പോയപ്പോ നേരം വെളുത്തില്ലേ. അതിനല്ല അവസ്ഥ. പ്ലാനിങ് ഒക്കെ വമ്പം പ്ലാനിങ്. ഞാനെന്താ അത് നേരെ പിച്ചും മടി പെരും തണുപ്പ്. ഇല്ല ജനലൊക്കെ തുറന്നിട്ടിട്ട് ഭയങ്കര തണുപ്പ്. പിന്നെ എത്ര മഞ്ഞുണ്ട് തുമ്മും. അതിന് നല്ല ഇവിടെ കിട്ടും. നാളെ സെറ്റാക്കാം. അവങ്ങ രസകാരം ചായ കുറിച്ച് എങ്ങനെ ഞാൻ ഇറങ്ങും. കുട്ടിന്റെ കാര്യാണ്. അതിന് എടുത്തിട്ട് ടർക്കി എടുത്തിട്ട് ആ തണുപ്പത്ത് അല്ലെ തന്നെ ഇന്നലെ ഒരു ദിവസം കുളിപ്പിച്ചിട്ടുള്ളൂ. കൊറേ കുളിപ്പിച്ചിട്ട് ഇന്ന് എന്താ അവസ്ഥ? ഇന്ന് കുഴപ്പമൊന്നുമില്ല. അന്തിക്കൊക്കെ ഇടക്കൊക്കെ ഒരു കൊരയൊക്കെ ഉണ്ട്. ഇന്നും കുളിപ്പിച്ചാ മതി. ആ കൊരമ്മ നിന്നാ പോയി. ഓള് മാതിരിയാണ് കുട്ടിക്ക് കുളിച്ച് ചെയ്യലില്ലേ. എന്തായാലും അതിനെന്താ പനിയും കോരയും തുമ്മലും കഫക്കെട്ടും എങ്ങനെയാണ് കുളിപ്പിച്ച? മരുന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. അപ്പൊ തുളസി മിരുമ നിക്കാണ്. തുളസി നല്ലതാണ് കഞ്ഞിക്കൂട്ടിൻ്റെ. പണിയെടുത്തിട്ട് ഞാൻ പോട്ടെട്ടോ. ആറ്റ് പോയിട്ട് വന്നാണ്. അപ്പൊ ഇനി നേരെ മല മാക്സ് ഇട്ടാൻ പോട്ടെ. ഓളെ കൂടട്ടെ. ഒറ്റക്ക് പണിയെടുക്കണം. പോയിക്ക
അമ്മാരിക്ക് ചെയ്യാൻ കഴിച്ചു. പുട്ടാണെങ്കിൽ ഇമ്മഞ്ഞ് വേറെ പണിയൊക്കെ ഞാൻ പുട്ടിടും. കൂട്ടാനൊക്കെ എന്താ തീരുമാനിച്ചു? അവിടെ ഏതെങ്കിലും എടുത്തണ്ട അരി മീനുണ്ട്. അങ്ങനെയാണല്ലേ. ഇവിടെ ഇന്നലെ കുഞ്ഞിന് ഉപ്പേരി ബീറ്റ്റൂട്ട്, മിഞ്ഞാന്ന് കേബേജോ, ഇപ്പൊ ഇന്ന് ബീൻസോ കോവക്കയോ ഇതൊക്കെ. പോകാട്ടോ, പോകണം പണിക്ക് പോയിക്കോ. പോയി പോയി ചായയും കടിയൊക്കെ കൊണ്ടുവന്ന് കുടി കഴിഞ്ഞ് പിന്നെ നമ്മളെ താഴത്തൊരു പൂരം നടക്കുന്നുണ്ട്. അപ്പൊ ഇതും ഓനെന്തെങ്കിലും കച്ചവടം ചെയ്യണ പറഞ്ഞാണ്ട് മാങ്ങ ഉപ്പിലല്ല സുർക്കിയിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതേപോലെ നെല്ലിക്ക് നമ്മളിവിടെ സുർക്കിയിലിട്ടു കേട്ടോ. ഇതൊക്കെ ഇനി കുപ്പിയിലാക്കി കൊണ്ടുപോകണം. കുപ്പി ഇനി കിട്ടിയിട്ടില്ല. കുപ്പി ഇനി കടയിൽ പോയി നോക്കട്ടെ. എന്താ പരിപാടി? എന്താടാ കച്ചവടം ചെയ്യുന്നത്? നന്നായി സർബത്തൊക്കെ വലിയ പരിപാടിയാലേ. നിങ്ങൾ തന്നെ തിന്നോക്കവേ. എത്ര മണിക്കാ തുടങ്ങണ് കച്ചവടം? 11:30. ആ ടൈമില്ലേ? ആയിക്കോട്ടെ. കുപ്പി ഇട്ടും മാങ്ങ 2 വേണം. ഒന്നുണ്ട്. ഒന്ന് അച്ചിമ കോഴിപ്പീടിയുടെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? പൈനാപ്പിൾ ഉപ്പിൽ ഇടുണ്ടോ? ഇവിടൊക്കെ കച്ചവടത്തിന് വേണ്ടിട്ട് ഇന്നോടെ മാങ്ങ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നെല്ലിക്ക ഇവിടെ ഉപ്പിലിട്ടിക്കണ്. ഈ മാങ്ങ ഉപ്പിലിട്ടുണ്ടാ. കുപ്പികളെവിടെ? കുപ്പികള് കുപ്പി ഇനി വേണോ? അത് കൊടുത്തു നോക്കാം. കുറച്ച് അത്യാവശ്യം ചെറിയ മാങ്ങയാണ്. കുപ്പി ഞാനേ വേറെ നോക്കി നോക്കട്ടെ കേട്ടോ. ഞാൻ അവിടെ കടയിൽ പോയി നോക്കട്ടെ. അപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്തോണ്ട് നിങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? എല്ലാം സെറ്റായി. ഇനി അവിടെ കൊണ്ടേ ഇട്ടാ മതി. അങ്ങനെ ചെക്കന്മാരൊക്കെ പെരിയിലുണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങള് പോണം എന്തിനാ വെച്ചാല് ഇമ്മ കോഴി വാങ്ങാൻ കടയ്ക്ക് വന്നപ്പോ അവിടുന്ന് പെരിയിൽ ഒരു കുപ്പി വലിയ കുപ്പി വാങ്ങിക്കണേ. അതേപോലെ ഇനി എന്താ വേണ്ടിയേ? പൈനാപ്പിള്, പിന്നെ ചെമ്മീൻ ചമ്മന്തി. അതെങ്ങനെ ഉണ്ടാക്കുക റെസിപ്പി കറക്റ്റ് അറിയില്ല. എന്നാലും അതിന്റെ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ. ചെമ്മീനും വേണം, പിന്നെ സാധാ മസാലക്കൂട്ടിട്ട് ആക്കുക തോന്നുന്നു, അറിയില്ല. അപ്പൊ പൈനാപ്പിളും വാങ്ങി കൊടുക്കട്ടെ. ആദ്യമായിട്ട് കച്ചവടം ഇടല്ലേ? ആദ്യമായിട്ടല്ല പീപ്പിൾസിൽ പണ്ടിട്ടിരുന്നു. പക്ഷെ ഇത് കുൽക്കി സർബത്ത് മോഡല്. മറ്റോലെ എന്തൊക്കെ സർബത്ത്? കുൽക്കി സർബത്ത് ഉണ്ടോ അതോ നന്നാരി സർബത്ത്? നന്നാരി സർബത്ത്. ഞങ്ങൾ കട കാണാൻ വരണ്ടേ? പൂമുളക്ക് വരുന്നുണ്ട് കട കാണാൻ. നല്ല സെറ്റപ്പ് ആണല്ലോ കേട്ടോ. പിന്നെ ബൂസ്റ്റ് കുലിക്കോ? കുലിക്കോ കണ്ടോ? ആരെ കുലിക്കുക? ചെക്കന്മാര് ബൂസ്റ്റ് കുലിക്കി, ഓൾസ് കുലിക്കി, പിന്നെ പൈനാപ്പിള്, മാങ്ങ, നെല്ലിക്ക, പിന്നെ പിന്നൊന്നുമില്ല. പിന്നെ സിപ്പോ കുപ്പിയോ? അപ്പൊ ഏതായാലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരട്ടെ. കുപ്പികളല്ലാത്ത കുപ്പികൾ കിട്ടണം. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ കാലിക്കുപ്പി ഉണ്ടോ പോയി ചോദിച്ചോക്കട്ടെ. അങ്ങനെ കുട്ടികളൊക്കെ പെരിയില്ലാട്ടോ. കച്ചവടം ചെയ്യാനുള്ള ടേബിളും കാര്യമൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഇനി ആ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചണം. അപ്പൊ ഓൾക്ക് കൊണ്ടിറക്കാൻ വെക്കൂല. ഞാൻ ഇപ്പൊ വണ്ടിമേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാറ് നിൽക്കുകയാണ്. അവിടെ കാത്ത് നിൽക്കുകയാണ്. ഒക്കെ കുളിയും ചോറയും ഒക്കെ കഴിഞ്ഞാണ്ട് റെഡി ആയി നിൽക്കുക. ഇനി അവിടെ എത്തിയാൽ മതി. ഈ സാധനങ്ങളൊക്കെ ഞാൻ അവിടേക്ക് എത്തിച്ചാണ്. എന്താടാ മുട്ടായിയോ? അത് പടക്കങ്ങള് പടക്ക 5 രൂപ. പെരിഞ്ഞ് കെട്ടി തൂക്കിയാണ്ട് ഇതുമലും ചെക്കന്മാര് കൊറേ സാധനം കസേരൊക്കെ ഇവിടെ എത്തിച്ചിരുന്നു. ഒറ്റ ഇടലിട്ടിട്ട് ചമ്മന്തിയോ? എന്നൊക്കെ കൊണ്ടേക്കോ. കുട്ടികള് നല്ല ഊറ്റത്തിലാട്ടോ. ഓലെ സന്തോഷം നോക്കിയാണ് ഇപ്പൊ നമ്മൾക്ക് വാങ്ങിക്കൊടുത്തേ. ആച്ചൂട്ടാ വെള്ളം കച്ചവടമൊക്കെ നല്ലോണം നടത്തണം കേട്ടോ. ഉഷാറാക്കണം കേട്ടോ. അമീനെ വെള്ളം നട്ടി പിന്നെ കൊട്ടൂല. മാങ്ങ നെല്ലിക്ക
ഒന്നിന് 5. നമുക്ക് നല്ല കച്ചവടം നടത്തണ്ടേടാ അച്ചുട്ടാ. എല്ലാരെയും വിളിച്ചങ്ങാണ്ടേ വരുത്തോണ്ടിട്ടോ. നിങ്ങളെടുത്ത വാക്കില്ലേ ബൂസ്റ്റ് കുലിക്കുണ്ട് പറഞ്ഞോണ്ടിട്ടോ. ഐസും കട്ട എവിടെടാ? എന്താ ഒരു കാര്യം കഴിക്കണം കുലിക്കുമ്പോഴെ തെറ്റിമ്പോൾ വെള്ളം പിന്നെ എടാ കുൽക്കി സർവത്ത് ഉണ്ട് പറഞ്ഞോണ്ടിട്ടോ. എന്തുമേലേ മുട്ടിങ്ങാണ്ട് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ മേടിങ്ങ ഒച്ച സൗണ്ട് ഉണ്ടാക്കൂലേ? എന്തുമേലെ സൗണ്ട് ഉണ്ടാക്ക? കസൊക്കെ വെള്ളത്തിലൊന്നും മറന്നിട്ടില്ല. ഇത് എനിക്ക് പടക്കാൻ വേണ്ടിയേ പടക്കല്ലേ പൂത്തിരി. അതിന് 5 റുപ്യടാ ആ 2 എണ്ണത്തിന്. പ്രൈസിൽ കിട്ടിയെങ്കിലേ പൂത്തിരി ഇട്ടുള്ളൂ കേട്ടോ. പൂത്തിരി പ്രൈസ് അടിച്ചെങ്കിലേ കിട്ടുള്ളൂ. ഒരു പൂത്തിരി വേണം പറഞ്ഞപ്പോ വാങ്ങണേ, മറ്റേ അവനറിയില്ല. ആ ചെലപ്പോ ഒന്നും ഉണ്ടല്ലോ 5 പോയി എന്റെ. ഏതോ വണ്ടി പറ ഇതല്ലേ സൈഡ് ഈ സൈഡ് വണ്ടി എടുത്തോ. അതിലെന്താണ് അതേ കിട്ടുള്ളൂ അല്ലേ? ആ നല്ല കച്ചവടമാണ്. ഇപ്പൊ ഞങ്ങൾ തന്നെ പേരക്കാരന്നെ ആറിലെന്താ 6-ാം നമ്പറില് എവിടെ ഇതിലൊന്ന് അതെന്താ പടക്ക? അത് മറ്റേ ഇങ്ങനെ പാമ്പല്ല ചെടി. അങ്ങനെ നമ്മള് കുട്ടികളെ അവിടെ ഒരു 10-11 മണി കഴിഞ്ഞ ശേഷം വിട്ടതാണ്. ഇപ്പൊ ഇവിടെ ഉമ്മയും പൂമോളും വന്നിട്ടുണ്ട് കേട്ടോ. അന്റെ മകന്റെ വലിയോട് ചുരുണ്ടായിരുന്നു അവിടെ കാണാൻ വന്ന. പച്ചോളെ കണ്ണ് അടങ്ങിയിട്ടുണ്ടല്ലോ അടി. വേറെ എന്തായാലും പറയാ അടങ്ങിയിട്ടത് പോകില്ലേ? ഒന്നും വാങ്ങി തരൂല. അത്രക്ക് മുട്ടായൊന്നുമില്ല. ഇക്കുവിന്റെ പീടിയത്തെ മുട്ടായി മാത്രം പഠിത്തോ. എന്നാ കേറി നമുക്ക് കട കാണാൻ പോകുക. മകളീം എന്റെയുമേ അന്യമൊക്കെ കണ്ടിട്ടല്ലേ. ഓ എന്ത് ഇനി പോയി ഓളപ്പം അന്യമ പോലേന്ന് വേറെ വല്ലോ പറയും. കുട്ടി തൊട്ടില്ല അപ്പൊ നീച്ചു. കുട്ടീനെ അമ്മ നോക്കാറുണ്ട് പെരയിലാണ്. അതിന്റെ ഒപ്പം തന്നെ ഓളപ്പം തന്നെ പൊയ്ക്കോളി. മോളല്ലേ കൊടുന്നപ്പെടറ്റം അല്ലെങ്കിൽ പിരാഗി കൊല്ലും. ഇവിടെ എത്തിയിട്ട് ഞങ്ങള് ഞാൻ ബേസായിട്ടൊക്കെ വന്നത് എന്തിനാ അമ്മ? കുൽക്കി സർവത്തിന്റെ ക്ലാസ് ഒക്കെ മോറെ നേരത്തെ പറഞ്ഞു ഇനി വന്നപ്പോ അപ്പൊ കൊണ്ടുപോകുന്നതാണ്. പിന്നെ എന്റെ കുട്ടികളൊക്കെ വെള്ളത്തിന് ദാഹിച്ച് നിക്കേക്കാരം. അവിടെ വെള്ളമൊക്കെ കലക്കി ഞാൻ കുപ്പിയിൽ കൊണ്ടു നിക്കണ്. ഇതെന്താ തണുത്തതിന്റെ ചാവി ഒരു ആ വെള്ളം കലക്കിയത് ഓണാക്കിട്ട് വരി ഞമ്മളെ കച്ചവടം കണ്ടേ. അവിടെ ഇട്ടുക്കണോ? ഇവിടെ ഇപ്പൊ ഞാൻ ഇന്ന് ഇട്ടെടുത്താണ് ഈ മാങ്ങി എന്താ നെല്ലിക്കയും പൈനാപ്പിളൊക്കെ. കുട്ടികളെ ഒരു ഓളിച്ച് അങ്ങോട്ട് എന്റെ കുട്ടീനെ കണ്ടാല് വേഗം പൈസ കൊടുക്കണോക്കെ. എവിടെ കച്ചവടം വല്ലതും നടന്നിക്കണോ? പൈസ കിട്ടിക്കണ കട്ട ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട ആയില്ല. കട്ട നിങ്ങൾക്ക് ഞാൻ വെള്ളം കുടിച്ചാൽ കൊടുക്കണം. മലേസം വെള്ളം കൊടുത്താണി. വെള്ളം കുടിച്ചോളി. കുപ്പിയിലായി ഇപ്പൊ കുലിക്കല്ലടാ. കുപ്പിയിലെ കുലിക്കല് നിങ്ങള്
ആച്ചൂട്ടാ വെള്ളം കുടിച്ചോളി ആച്ചൂട്ടാ പൈസ കളേ എടാ മാങ്ങി നെല്ലിക്കാര് മാങ്ങിട്ടില്ലടാ പൈനാപ്പിള് പോയില്ലടാ പൈനാപ്പിള് പോണ്ടല്ലേ കുലുക്കി എത്ര ആള് വാങ്ങി കുലുക്കി അത് രണ്ടാൾക്കാരോ ആച്ചൂട്ടാ വെള്ളം കുടിച്ചോ ആകണേ വെള്ളം കുടിച്ചോ എപ്പ വന്നതാ അറിയോ തണുപ്പുണ്ട് സംഭവം ഓല പീടി പോയാണ്ടാക്കണ മുട്ടായ അങ്ങനെ പിതാനെ പിതാനെ തന്നെ അപ്പുറത്തെ പീടി പോയി മുട്ടായ അയ്യോ തണുപ്പൊന്നുമില്ല കൊണ്ടുപോവാ കടക്കാരല്ലേ കൊണ്ടുവരുന്നേ കടക്കാർ അതാ കേൾക്കണം ഞാന് വെച്ചിക്കണ് ഫ്രിഡ്ജില് കട്ടയാവട്ടാൻ കൊടുന്നേരട്ടോ അനുവിനെ യാത്രക്കായി കിട്ടിയാട്ടോ കുട്ടികളിപ്പോ കുൽക്കി സർവത്ത് കൊടുത്ത് കുടിപ്പിച്ച് നിക്കണ് അനു ഒരു പൈനാപ്പിൾ എടുക്കട്ടെ ആണോ വീടെടുത്തോണ്ടേ എടാ അത് വരെ എടുത്തോ എവിടെ എന്ത് ശരിയാണ് ചോറെടുത്തു കോയങ്ങി എന്തടി കുട്ടികളായിട്ട് വലിയൊരു തള്ള ഉമ്മാക്ക് പൈനാപ്പിൾ ആണല്ലോ ആകെ അല്ലാതെ 500 ഫുള്ള് കച്ചറ ഒക്കെ ഞമ്മളന്നെ ഉള്ളല്ലമ്മ അവിടെ ഞമ്മളെ പീടി ഞമ്മളന്നെ എടാ കുലിക്ക് ഞാൻ കളിക്കി കൊന്ന എന്താ പൈനാപ്പിള് വാടിയതാ താങ്കളോട് നല്ല പൈനാപ്പിൾ ആടി പൈനാപ്പിളിന്റെ അവസ്ഥ അറിയണതേ രതീഷ് അതയക്കണേ അത് ചൂടോണ്ടയക്കാതെ കുറ്റം പറയാൻ മാത്രല്ല ഞമ്മതായോണ്ടാണ് മുടിമ്പോ പേര പേരിക്കണോണ്ടേ ആണോ അവിടെ ലേസം വെള്ളം കാട്ടിക്കാ താഴ്ച ഞങ്ങൾക്ക് താഴ്ച നിങ്ങൾ എങ്ങനെ ഇതേതാ വെള്ളം നിങ്ങളെ കുലിക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും എടാ ഈ കുലിക്കേ ഇതാരെ കുലിക്കാ ആർക്കാ കൊണ്ട പാല് മതി ദാദൂന്റെ ഓളിച്ച് ബാക്കിണ്ടാ കൊണ്ട മിക്സ് നല്ല രസമുണ്ടോ നമുക്ക് എന്തും ഒന്നുമില്ല ചോദിച്ചാണ് നമ്മളെ കാട്ടുന്നല്ല നമ്മളെ അച്ചുട്ടാ നന്നായിട്ട് കളിക്കി കൊണ്ടുവരുന്നോ അപ്പൊ കട്ട ഇവിടുന്ന് കിട്ടുക ടേബിൾ ഉണ്ടിട്ട് എന്താ കാര്യം പിന്നെ വല്ലാത്ത ഓട്ടം രസമുണ്ടോ നോക്കണേ ഐറ്റക്കൊക്കെ കൊടുക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കട്ട് സെപ്പറേറ്റ് കിട്ടണ തണുപ്പാറ് ഇതെന്താ കാട്ട് നമ്മള് ഫ്രിഡ്ജ് ഇവിടെ കൊടുന്നേക്കാൻ പറ്റുവോ
എങ്ങനെ അവിടുന്ന് കരഞ്ഞു കൊടുക്കുക. ആ അത് പറ്റും. എന്തടി ഓംപ്ലേറ്റിന് 20 ഡബിളിന് 40 പേര് പോയി പൊടിച്ച 4 വാണങ്ങൾക്ക് എന്ത് നമ്മള് പീടി നിന്നിട്ടില്ലല്ലേ ഓംപ്ലേറ്റ്. ആ ഞാൻ പോയിട്ടായിരുന്നേടാ. ആ ഇസും ഐസ് അയക്കണ നോക്കട്ടെ. നടക്കൂല. നേരത്തെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വത്തക്ക വെള്ളം ഉണ്ടാക്കി തന്നീ ഞാൻ. അവിടെ എവിടെ ഇല്ല വത്തക്ക വെള്ളം. കട്ട കഴിഞ്ഞിട്ടാണ് കട്ടി പൈനാപ്പിൾ കഴിഞ്ഞിട്ടാണ് പൈനാപ്പിളും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി പോകാട്ടോ. പൈനാപ്പിള് അത് കുറിച്ചാതെ ഡിക്കില് പൈനാപ്പിൾ ഇതാ തന്നെ. ഡിക്കില് പൈനാപ്പിൾ ഉണ്ട്. രാത്രി ആയിട്ടോ അപ്പഴാ വെളിച്ചം കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായി. ഇപ്പൊ ഷമ്മി ഇമ്മി പോയി. പൈനാപ്പിൾ പിന്നെയും കൊടുത്തു. ലൈറ്റ് ഇല്ല. കച്ചവടക്കാരൊക്കെ ഒരു അവസ്ഥയെ അല്ലേ. ദാരിദ്ര്യം. പിന്നെ വെറൈറ്റി സാധനങ്ങളൊക്കെ. ആ ഞാനും ഉണ്ട് അതിൽ കച്ചവടം നടത്തിട്ടാ. എടാ അപ്പച്ചിന്റെ അടുത്ത് ചാവി ഉണ്ടൊക്കെ പോവാൻ കുട്ടി കരയുണ്ടല്ലോ.